പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തല അടിച്ചു പൊട്ടിച്ചു. കൊല്ലം കിളികല്ലൂർ മങ്ങാട് സംഘം മുക്കിലാണ് സംഭവം. കട അടയ്ക്കാനൊരുങ്ങുമ്പോഴാണ് ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെട്ടത്. എല്ലാം തീർന്നുവെന്ന് പറഞ്ഞതോടെയായിരുന്നു ആക്രമണം. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അമൽകുമാറിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം കിളിക്കൊല്ലൂർ മങ്ങാടാണ് ഈ പൊറോട്ട നൽകാത്തതിൻ്റെ പേരിൽ ഒരു സംഘം ആളുകൾ ചേർന്ന് കടയുടമയെ മർദ്ദിച്ചത്. കടയുടമയായിട്ടുള്ള അമൽകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? സാറിന് ഞങ്ങൾ 10 മണിക്ക് ഇവിടെ കട ഒതുക്കുന്നത്. ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു. ഇവിടെ കറണ്ടില്ലാഞ്ഞപ്പം ഒരു 7 മണിയായപ്പോഴേ ഞങ്ങൾ പൊറോട്ട കല്ലൊക്കെ അണച്ച് ഒരു 7-8 മണിക്കകത്ത് ഈ പയ്യൻ വന്ന് ആദ്യം പൊറോട്ട വേണം, ബീഫ് കറി വേണം, ബീഫ് ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നുമില്ല, വേണമെങ്കിൽ ദോശ ചുട്ട് തരാം ഉണ്ട്, പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം എനിക്കിപ്പോൾ തന്നെ പൊറോട്ട വേണം, ബീഫ് കറി വേണം, ബീഫ് ഫ്രൈ വേണം, അല്ലെങ്കിൽ നീ കടയടാ, നീ എന്തിനാ ഇവിടെ കട വരുന്നുണ്ടെങ്കിൽ എല്ലാം ഞങ്ങളിപ്പോൾ അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. അങ്ങനെ പറഞ്ഞു വിട്ട് പിന്നെ പോയി ഒരു 10-15 മിനിറ്റ് കൊണ്ടപ്പോൾ അവൻ്റെ വേറെ കൂട്ടുവാനായിട്ട് വന്ന് ഞങ്ങളുടെ പുറത്ത് ബൊമ്മരകത്ത് കട ഒതുക്കിക്കൊണ്ട് ഞാൻ പുറത്ത് ഇവിടെ വാങ്ങിക്കുക ഇറങ്ങി ഒന്ന് അടിയാ തുടങ്ങി. അന്നേരം പുറത്ത് നല്ല വെട്ടമില്ലായിരുന്നു. അവൻ്റെ കയ്യിലെന്തോ ഇത് പക്ഷേ നീളമുള്ള ആയുധമൊന്നുമല്ല, ചെറിയ എന്തോ ഇടികടിയ എന്നുള്ള സാധനം എന്താണ് ഈ കയ്യിരുന്നത്. ഇടിപോലെ തലയ്ക്ക് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തലയ്ക്കും മുതുകത്ത് ഒരുത്തൻ പിടിച്ചെടുത്തിട്ട് ഒരുത്തനാണ് ഇടിച്ചത്. ഒരുത്തൻ പിടിച്ചെടുത്ത് കുനിച്ചെടുത്തിട്ട് വേറൊരുത്തനാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ 10 തരാമെന്നൊക്കെ പറഞ്ഞാൽ തരാൻ പാടെന്തിരാന്ന് ചോദിച്ച്. ഈ വന്നയാളിനെ പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ? ഒരാളെ പരിചയമുണ്ട്. ഒരാൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഇവിടെ ഉച്ചക്കിഴക്ക് തന്നെയല്ല, മറ്റേ പയ്യനെ ആ ഭാഗത്ത് തന്നെയുള്ള ആയിരിക്കും, കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല പരിചയമില്ല. നല്ല മുഖം ഈ ഇരട്ടതായിട്ട് നല്ല ഇവൻ്റെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. മറ്റവൻ്റെ മുഖം നല്ല വ്യക്തമല്ല. ചോദിച്ചത് തന്നെയാണോ പൊറോട്ട ഉണ്ടോ എന്നാണ് ചോദിച്ചത്? പൊറോട്ടയ്ക്കാണ് വന്നത്. പൊറോട്ട വേണം, ഞങ്ങൾക്കിപ്പോൾ പൊറോട്ട കിട്ടിയേ പറ്റത്തോളൂ. ഞങ്ങൾ വേറെ പോയി മേടിക്കാൻ പൈസ ഇല്ല, ഇവിടുന്ന് പൈസ പിന്നെ തരും. അങ്ങനെ രീതിയിലാണ് ഫസ്റ്റ് വരുന്നത്. എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായോ മദ്യപിച്ചതുള്ള? അതിൻ്റെ സ്ഥിരം ആൾക്കാരാണ് അവർ. ഇപ്പോൾ കച്ചവടക്കാർ, പിന്നെ കഞ്ചാവ് പോലുള്ള സാധനങ്ങളുടെ കച്ചവടക്കാരും എല്ലാം ഉള്ളതായിട്ടുള്ള പിള്ളേരവർ. പോലീസിനോട് ഈ വിവരം കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ ഇവന്മാർ നോക്കി നടക്കുന്ന ആൾക്കാർ. അന്നേരം പോലീസുകാർ നല്ല രീതിയിൽ സഹകരിച്ച് അന്നേരം തന്നെ ഇവിടെ 2 ജീപ്പും വരികയും ഈ സ്പോട്ടിൽ പോലീസുകാർ വരുന്ന കണ്ടാണ് ഇവന്മാർ കയറി ഓടുന്നതും എല്ലാം നടക്കുന്നത്. എന്നാൽ സ്പോട്ടിൽ പോലീസ് വന്നിവിടാ. ഈ ഇടി നടന്നുകൊണ്ടിരിക്കുന്ന സ്പോട്ടിലാണ് പോലീസ്. പക്ഷേ ഒരു SI ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ പറഞ്ഞ ഇവന്മാർ അപ്പോഴത്തെ 2 പേരും കയറി ഓടി. ജീപ്പ് നിർത്തുന്നതിന് ഇവന്മാർ ഓടിക്കളഞ്ഞു. ജീപ്പ് കണ്ടപ്പോഴേ കയറി ഓടിക്കളഞ്ഞു 2 പേരും. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുകയാണല്ലേ ഇപ്പോൾ? എന്തായാലും അന്വേഷണം തുടരുകയാണ്. ഈ പ്രതികളെ കണ്ടെത്തുവാനുള്ള, അതോടൊപ്പം തന്നെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാകും. അതായത് പൊറോട്ട നൽകാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു സംഘർഷം നടന്നിട്ടുള്ളത്, ഇത്തരത്തിലൊരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹം ചികിത്സയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീണ്ടും കടയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.